the name above all other names, the name before which every creation bow down. The name is Jesus Christ. കാൽവരി മലയിൽ നിന്നുയരും യേശുവിൻ രക്ഷാവചനമിതാ, ആദിയും അന്തവുമായൊരു വചനം, രക്ഷാവചനം. ഷാലോം ടെലിവിഷൻ്റെ പ്രേക്ഷകരായി കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന പീഡാനുഭവ ആഴ്ചയിലേക്ക് അഥവാ വലിയ ആഴ്ചയിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. ഓശാന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെ നീണ്ടു നിൽക്കുന്ന ആ പെസഹ ആചരണ ആഴ്ചയിലെ ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ആഴ്ചയിലെ രക്ഷയുടെ വചനം പ്രോഗ്രാം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ ഒന്നൊന്നായി നമ്മൾ അനുസ്മരിക്കുന്ന ആഴ്ചയാണിത്. ആഘോഷമായി രാജകീയ പ്രൗഢിയോടുകൂടി നമ്മുടെ കർത്താവായ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ ഇന്നലെ നമ്മൾ ആചരിക്കുകയായിരുന്നു ഓശാന ഞായറിലൂടെ. 2000 വർഷത്തിനപ്പുറത്ത് ജെറുസലേം നിവാസികൾ, മുതിർന്നവരും പിഞ്ചു കുഞ്ഞുങ്ങളുമടക്കം എല്ലാവരും ആഘോഷത്തോടെ യേശുവിന് ഓശാന പാടി, ഒലിവ് ചില്ലകൾ കൈകളിലേന്തി കഴുതപ്പുറത്ത് എഴുന്നള്ളുന്ന യേശുവിനെ സ്വീകരിച്ചതിൻ്റെ ഓർമ്മയാണ് ഇന്നലെ നമ്മൾ ആചരിച്ചത്. കുരുത്തോലകൾ കൈകളിലേന്തി യേശുവിനെ ജയ് വിളിച്ചുകൊണ്ട് ഓശാന പാടിക്കൊണ്ട് നമ്മളും ആഘോഷമായി ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രതീകമായ നമ്മുടെ ദേവാലയങ്ങളുടെ പ്രധാന കവാടം മുട്ടിത്തുറന്നാണ് നമ്മളെല്ലാവരും ഇന്നലെ ദേവാലയത്തിൽ പ്രവേശിച്ചത്. അതുവഴി ഒരു നിമിഷം നമ്മുടെ മനസ്സുകളും ചിന്തകളും ഓർമ്മകളും എല്ലാം 2000 വർഷത്തിനപ്പുറത്ത് നടന്ന വലിയ സംഭവത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു. ഒരുപക്ഷെ സഭാമാതാവ് ഈ ആഘോഷത്തിലൂടെ, ഈ ഓശാന ഞായർ ആചരണത്തിലൂടെ ആ വലിയ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം വരുന്ന ഈ ഒരാഴ്ചക്കാലം മുഴുവനും നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിക്കുവാനുള്ള അവസരമായിട്ടാണ് സഭാമാതാവ് കാണുകയും സഭാമക്കളായി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ പല ദേവാലയങ്ങളിലും കുംഭസാര ദിവസങ്ങളായിട്ട്, അനുരഞ്ജന ശുശ്രൂഷയുടെ ദിവസങ്ങളായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ പോരായ്മകളെല്ലാം പരിഹരിച്ച് വിശുദ്ധീകരിക്കപ്പെടാൻ, നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ധ്യാനത്തിൻ്റെ അവസരം കൂടിയാണ് ഈ വലിയ ആഴ്ചയിലെ ദിനങ്ങൾ. വലിയ പെസഹായുടെ ഓർമ്മ ആചരിക്കുന്ന പെസഹ വ്യാഴാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. പിറ്റേ ദിവസം നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിക്കുന്ന ദുഃഖവെള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. പിന്നീട് ദുഃഖശനിയുടെ ആചരണം, അവസാനമായി ഉയർപ്പിൻ്റെ ആചരണം. ഈ രക്ഷാകര രഹസ്യങ്ങളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുവാനുള്ള അവസരമാണിത്. അതുകൊണ്ടാണ് ഈ ആഴ്ചയെ വലിയ ആഴ്ചയെന്നും വിശുദ്ധ ആഴ്ചയെന്നും പീഡാനുഭവ ആഴ്ചയെന്നൊക്കെ വിളിക്കുവാൻ കാരണം. ഇത് വലിയ ആഴ്ചയാണ്. കാരണം ഒരു വർഷത്തിൽ 52 ആഴ്ചകളുണ്ടെങ്കിലും അതിലേറ്റവും വലിയ ആഴ്ചയാണ്, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഴ്ചയാണിത്. കാരണം രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങൾ നടന്നതായ ആഴ്ച, അല്ലെങ്കിൽ ആ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളെ അനുസ്മരിക്കുന്ന ആഴ്ചയായതുകൊണ്ട് ഇതിനെ വലിയ ആഴ്ച എന്ന് നമ്മൾ വിളിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന ആഴ്ചയായതുകൊണ്ട്
ഇതിനെ പീഡാനുഭവ ആഴ്ച എന്ന് നമ്മൾ വിളിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പീഡാനുഭവ രഹസ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിശുദ്ധീകരണത്തിനും നമ്മുടെ ആത്മശക്തീകരണത്തിനുമുള്ള ഉപാധിയായതുകൊണ്ട് ഇതിനെ വിശുദ്ധ ആഴ്ച എന്ന് നമ്മൾ വിളിക്കുന്നു. ഏറ്റവും വിശുദ്ധമായ ആഴ്ചയാണിത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരാഴ്ചയാണ് ഈ വലിയ ആഴ്ച. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ കൂടുതൽ സമയം നമ്മൾ ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് സമയമെടുക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഈ ആഴ്ചയിൽ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കണമെന്ന് പറയും. കുട്ടികളോടും പറയാറുണ്ട്. TV പ്രോഗ്രാമുകൾ പോലും വേണ്ട എന്ന് വെച്ച് മറ്റ് പ്രോഗ്രാമുകളൊക്കെ മാറി ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ, പരിചിന്തനം ചെയ്യാൻ, ധ്യാനിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ ഈ ആഴ്ച ഉപയോഗിക്കണം. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മൾ രക്ഷയുടെ വചനം എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച്, രക്ഷാകരമായ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കുവാനുമുള്ള ഒരു അവസരമാണിത്. ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. ഈ വചനം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, എന്തിനാണ് നമ്മൾ ഈ വലിയ ആഴ്ച ആചരിക്കുന്നത്? എന്തിനാണ് കുരിശിൻ്റെ വഴി നടത്തുന്നത്? എന്തിനാണ് നോമ്പാചരിക്കുന്നത്? എന്തുകൊണ്ടാണ് സഭാമാതാവ് പറയുന്നത് മറ്റ് പല കാര്യങ്ങളിൽ നിന്നും മാറി വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറയുന്നത്? ഈ വലിയ ആഴ്ചയിൽ മറ്റ് ആഘോഷങ്ങളും ആർഭാടങ്ങളിലും പെടാതെ കൂടുതലും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയാനുള്ള കാരണമെന്ത് എന്ന് ചോദിക്കാറുണ്ട്. കുട്ടികളും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മളിതൊക്കെ ആചരിക്കണം? ഈ ആഴ്ചയെ നമ്മൾ ശാന്തരായി സ്വസ്ഥരായി ആഘോഷങ്ങൾ വ്യാപരിക്കാതെ ദൈവിക കാര്യങ്ങൾ ധ്യാനിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ കുട്ടികളും ചോദിക്കും, എന്തുകൊണ്ട്? അതിനെല്ലാം ഉത്തരം ഇതാണ്. ഈ വലിയ ആഴ്ച നമ്മൾ ധ്യാനിക്കുന്ന എല്ലാ രഹസ്യങ്ങളെയും അതിൻ്റെ അർത്ഥങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഈ ഒരൊറ്റ വചനത്തിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാണ് ആ തിരുവചനം. വിശുദ്ധ യോഹന്നാൻ നമുക്കറിയാം, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് യേശുവിൻ്റെ മരണം നേരിൽ കാണുവാൻ ഭാഗ്യം ലഭിച്ച, ഒപ്പം തന്നെ ആ വേദനയുടെ ആഴങ്ങൾ അറിഞ്ഞ ഏക ശിഷ്യൻ യോഹന്നാനാണ്. ആ യോഹന്നാനാണ് കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവിനെ അനുധാവനം ചെയ്ത്, കാൽവരി വരെ അനുധാവനം ചെയ്ത് കുരിശിൻ ചുവട്ടിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ ഏക ശിഷ്യൻ, ഈശോ ഏറ്റവും അധികം സ്നേഹിച്ചുവെന്ന് സ്വയം ഏറ്റുപറയുന്ന ആ ശിഷ്യൻ എഴുതുകയാണ് ആ കുരിശിൻ്റെ രഹസ്യം. പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും, യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും അർത്ഥമെന്തെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ വചനത്തിലൂടെ. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും? ഇത് വലിയൊരു ചോദ്യമാണ്. യേശുവിനെ നമ്മെ രക്ഷിക്കണമായിരുന്നുവെങ്കിൽ തൻ്റെ ശക്തി കൊണ്ട് നമ്മെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവിടുന്ന് ഈ കുരിശുമരണം കൈവരിച്ചു? ഒരു ബലഹീനനെ പോലെ, ഒരു കഴിവുകെട്ടവനെ പോലെ, സ്വയം രക്ഷിക്കാൻ പോലും പ്രാപ്തിയില്ലാത്തവനെ പോലെ എന്തുകൊണ്ട് ആ കുരിശിൽ പിടഞ്ഞ് കർത്താവ് മരിച്ചു? പലപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ആദിമസഭയിലെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് റോമിലെ സഭയിലെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ ചരിത്രകാരന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യത്തെ ആ 3 നൂറ്റാണ്ടുകൾ റോമിലെ വിശ്വാസികളെ സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ച് പീഡനങ്ങളുടെ കാലമായിരുന്നു. അനേകായിരം രക്തസാക്ഷികളുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്ന സഭയാണത്.
ഇന്ന് റോമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കൊളോസിയവും കുതിരപ്പന്തയം നടക്കുന്ന സ്ഥലങ്ങളും പരസ്യമായി തൂണുകളിൽ കെട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലങ്ങളും കത്തിച്ച സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 10,000-കണക്കിന് വിശ്വാസികൾ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ധീരമരണം കൈവരിക്കുവാൻ, രക്തസാക്ഷിത്വം കൈവരിക്കുവാൻ ധൈര്യം കാണിച്ചു. അന്ന് ക്രിസ്ത്യാനികളെ പലവിധത്തിൽ അവർ പീഡിപ്പിച്ചിരുന്നു. ഇന്നും അത് ആവർത്തിക്കുന്നു. നമുക്കറിയാം, ഇന്നും പീഡനങ്ങളുടെ കാലമാണ്. ചില രാജ്യങ്ങളിൽ, ചില ദേശങ്ങളിൽ വിശ്വാസത്തെ പ്രതി, യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി ഇന്നും വിശ്വാസികളും വിശ്വാസ സമൂഹങ്ങളും പീഡിപ്പിക്കപ്പെടുകയാണ്. അതേ കാര്യം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെ ആ പീഡനങ്ങളുടെ മധ്യത്തിലും അവർ തളരാതെ മുന്നേറുവാൻ കാരണം ഈ കുരിശിൻ്റെ ശക്തി അവർക്ക് മനസ്സിലായത് കൊണ്ടാണ്. അന്ന് റോമിൻ്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനികളെ കളിയാക്കുവാൻ വേണ്ടി ക്രൂശിതനായ യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്ന ക്രിസ്ത്യാനികളെ കളിയാക്കുവാൻ വേണ്ടി റോമിലെ വിജാതീയരായ ആളുകൾ പരസ്യമായിട്ട് നാൽക്കവലകളിൽ കുരിശ് ഉയർത്തിയതിന്, മരം കൊണ്ട് കുരിശുണ്ടാക്കി ഉയർത്തിയതിന് ശേഷം അതിൽ കഴുതയെ തല്ലിക്കൊന്ന് ആ കഴുതയെ കെട്ടിത്തൂക്കുമായിരുന്നു. എന്നിട്ട് ആ കഴുതയെ കെട്ടിത്തൂക്കിയിട്ടിട്ട് യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിലാണ് യൂതന്മാരുടെ രാജാവായ നസ്രായനായ യേശുവെന്ന് എഴുതി വെച്ചത്. അതിനു പകരം ഒരു കഴുതയുടെ തലയുടെ അടിയിൽ എഴുതി വയ്ക്കുമായിരുന്നു ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് എഴുതി വയ്ക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികളുടെ ദൈവം ഈ കഴുതയെപ്പോലെ കുരിശിൽ മരിച്ചവനാണെന്നാണ് അന്നത്തെ റോമിലെ വിജാതീയരായ വിശ്വാസികൾ, ഒരുപക്ഷെ ജനങ്ങൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കണ്ടിരുന്നത്. കഴിവില്ലാത്ത ഒരു കഴുതയെപ്പോലെ കുരിശിൽ തൂങ്ങി മരിച്ച ദൈവം. എന്നാൽ നമ്മൾ ഓർക്കണം, വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യം, വിശുദ്ധ പൗലോസ് അനുസ്മരിപ്പിക്കുകയാണ്, എന്നാൽ നമ്മുടെ ദൈവം ആ കുരിശിനെ അതിജീവിച്ചവനാണ്. ഉത്ഥാനത്തിൻ്റെ രഹസ്യം അതാ. അതുകൊണ്ടാണ് വലിയ ആഴ്ചയിൽ ഓശാനയിൽ ആരംഭിച്ച് ഉയർപ്പിലാണ് നമ്മുടെ തിരുനാൾ അവസാനിക്കുന്നത്. ഈ വലിയ ആഴ്ച അവസാനിക്കുന്ന കർത്താവിൻ്റെ ഉയർപ്പിലാണ്. കാരണം ഉയർപ്പില്ലെങ്കിൽ കുരിശിന് അർത്ഥമില്ല. വിശുദ്ധ പൗലോസ് വീണ്ടും പറയുകയാണ്, നമ്മുടെ കർത്താവ് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. ആ ഒരു രഹസ്യം മനസ്സിലാക്കാൻ അന്നത്തെ റോമിലെ ജനതകൾക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കുരിശിൽ അവസാനിച്ച ഒരു യേശുവിനെ കുറിച്ചാണ് അവർ ക്രൂശിതനായ ക്രിസ്തുവിനെ കാണുമ്പോൾ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് അവസാനിച്ചൊരു വ്യക്തിയെക്കുറിച്ചാണ് അവർ ചിന്തിച്ചത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ കർത്താവ് പീഡാസഹനവും കുരിശുമരണവും കൈവരിച്ചുവെങ്കിലും 3-ാം ദിവസം ഉത്ഥാനം ചെയ്തവനാണ്. ആ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ നിന്നും വസിക്കുന്ന ദൈവമാണ്. ആ യേശുവിൻ്റെ പീഡാരഹസ്യങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ പീഡാനുഭവ ആഴ്ചയിൽ. ഇവിടെയാണ് എന്തുകൊണ്ട് ഈ കുരിശ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മളും ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ, രോഗപീഠകൾ വരുമ്പോൾ, മറ്റുള്ളവരുടെ വഞ്ചന മൂലം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളോ തകർച്ചകളോ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ സഹനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കും. പക്ഷെ ആ അർത്ഥം കണ്ടെത്തണമെങ്കിൽ കർത്താവിൻ്റെ കുരിശിലേക്ക് നമ്മൾ നോക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം വ്യക്തമാക്കുന്നത് ഈ കുരിശിൻ്റെ അർത്ഥമാണ്. എന്തുകൊണ്ട് പിതാവായ ദൈവം തൻ്റെ ഏകജാതൻ്റെ പീഡാസഹനവും കുരിശുമരണവും അനുവദിച്ചു? ഇതാണ് അതിൻ്റെ ചോദ്യം. സർവശക്തനായ ദൈവം എന്തുകൊണ്ട് തൻ്റെ ഏകജാതൻ്റെ പീഡാസഹനം അനുവദിച്ചു? യഹൂദരുടെ കൈകളിൽ, പ്രത്യേകിച്ച് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഫരിസയരും എല്ലാം കർത്താവിനെതിരെ ഒന്നിച്ചുകൂടി കർത്താവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് യാതൊരുവിധ അനുകമ്പയുമില്ലാതെ യേശുവിനോട് പെരുമാറി അവസാനം കുരിശിൻ്റെ വഴിയിലൂടെ കടന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെടുന്നു. പക്ഷെ അവിടെയെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം, എവിടെ പോയിരുന്നു ഈ ദൈവം? അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് വേദനയുടെ ആഴത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഏൽ ഏൽ ലമാ ശബത്കാൻ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ നിലവിളി നമ്മൾ കേൾക്കുന്നു.
ആ മരണത്തിൻ്റെ വേദനയിൽ, അതിൻ്റെ ആഴത്തിൽ ദൈവത്തെ വിളിച്ച്, തൻ്റെ പിതാവിനെ വിളിച്ച് നിലവിളിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു. പക്ഷെ ആ നിലവിളിക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് കർത്താവ് ഇടപെട്ടില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. അവിടെ താഴത്ത് നിന്നവരും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവരും വെള്ളം കൊടുക്കാനായിട്ട് ഞാൻ കണയിൽ പഞ്ഞിയിൽ വെള്ളം മുക്കി അല്ലെ ചൊറുക്കമുക്കി കൊടുക്കാൻ പോകുന്ന നിമിഷത്തിൽ ഉടനെ യേശുവിൻ്റെ നിലവിളി കേട്ട താഴത്ത് നിന്നവർ പറഞ്ഞത്, കൊടുക്കാൻ വരട്ടെ, കാരണം അവൻ്റെ ദൈവം അവനെ രക്ഷിക്കുവാൻ വരുമോ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, രക്ഷിക്കുവാൻ വന്നില്ല. അവിടെ കർത്താവിനെ, തൻ്റെ ഏകജാതനെ രക്ഷിക്കുവാൻ പിതാവായ ദൈവം വന്നില്ല. ആ മരണം അനുവദിക്കുകയാണ്. ഇതാണ് യോഹന്നാൻ എഴുതി വെച്ചത്. കാരണം ഈ നിലവിളിയും യേശുവിൻ്റെ പ്രാണവേദനയൊക്കെ നേരിട്ട് കണ്ട യോഹന്നാൻ്റെ മനസ്സിൽ ഉയർന്ന ചോദ്യമാണ്, എന്താണ് ഇതിൻ്റെ അർത്ഥം? അർത്ഥം ഇതാണ്, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇന്നും ഇതാണ് ഉത്തരം. നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ക്രൂശിതനായ കർത്താവിൻ്റെ രൂപം. തൻ്റെ ഏകജാതൻ്റെ മരണം അനുവദിച്ചില്ലെങ്കിൽ പിശാചിൻ്റെ ആധിപത്യത്തെ നമ്മളെ മോചിക്കുക സാധ്യമായിരുന്നില്ല. പാപത്തിലൂടെ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് കടന്നുപോയ മനുഷ്യകുലത്തെ രക്ഷിക്കുവാനുള്ള ഏക വഴിയായിട്ട് കർത്താവ് കണ്ടെത്തിയത് ഈ പീഡാസനവും മരണവുമാണ്. അതിലൂടെ തൻ്റെ ജീവൻ ബലിയായി കൊടുത്തുകൊണ്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്നും നമ്മളെ മോചിച്ചു. ഈ വലിയ രക്ഷയുടെ ഓർമ്മയാണ് ഈ വലിയ ആഴ്ചയെ നമ്മൾ ആചരിക്കുക. ഇത് നമ്മൾ ഓർക്കണം. എന്തുകൊണ്ട് നമ്മൾ ഈ വലിയ ആഴ്ച ആചരിക്കുന്നു? എൻ്റെ രക്ഷയുടെ നിദാനമാണത്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച കർത്താവിൻ്റെ ഓർമ്മ ഞാൻ ആചരിക്കുന്നു. എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഇതെല്ലാം സഹിച്ചത്. പാപത്തിനടിമയായി തീർന്ന മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി പീഡാസഹനവും മരണവും സ്വയം ജീവിതം സമർപ്പിക്കുവാൻ ധൈര്യം കാണിച്ച യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കുരിശിൽ നമ്മൾ മനസ്സിലാക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, നമുക്ക് വേണ്ടി മരണം കൈവരിക്കുവാൻ ധൈര്യം കാണിച്ച, സ്നേഹം കാണിച്ച യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ കുരിശൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ധ്യാനിക്കേണ്ട അവസരമാണിത്. ആ കുരിശ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ഇത്രമാത്രം നമുക്ക് വേണ്ടി സഹിക്കുകയും അവസാനത്തുള്ളി രക്തം വരെ ചിന്തി മരിക്കുകയും ചെയ്ത യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ആ ക്രൂശിത രൂപം. എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈശോ പാടുപീഡകൾ സഹിച്ചതെന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണം. നമുക്ക് വേണ്ടി വേറെ ആരും മരിച്ചിട്ടില്ല. നമ്മെ സഹായിച്ച ഒത്തിരി വ്യക്തികളുണ്ട്, സഹായിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. പക്ഷെ ആരും നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല. പക്ഷേ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഈ ക്രൂശിത രൂപത്തിൽ നമ്മൾ ആ ക്രൂശിത രൂപം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുറികളിൽ ക്രൂശിത രൂപം വെച്ചിരിക്കുമ്പോൾ, ദേവാലയങ്ങളിൽ ക്രൂശിത രൂപം ഉയർത്തപ്പെട്ടിരിക്കുമ്പോൾ, അവിടെയെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ആ സന്ദേശമാണ് ഈ വചനം. ദൈവം എത്രമാത്രം എന്നെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ എഴുതിയ വചനം ഇന്ന് നമ്മൾ നമുക്ക് വേണ്ടി വായിക്കണം. നമ്മുടെ പേര് ചൊല്ലി നമ്മൾ വായിക്കണം. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുക. ആ വചനം ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കട്ടെ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു. ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഈ അവസരത്തിൽ ഈ വചനം നമുക്ക് വേണ്ടി നമ്മൾ വായിക്കണം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു. എൻ്റെ രക്ഷയുടെ കാര്യമാണ്. എൻ്റെ രക്ഷയ്ക്ക് ഒരുപക്ഷെ സാത്താൻ ചോദിച്ചത് തൻ്റെ ഏകജാതൻ്റെ മരണമാണ്. ആ രക്തമാണ് ചോദിച്ച വിലയായിട്ട്. അത് നൽകി പിതാവായ ദൈവം നമ്മെ വീണ്ടെടുത്തു. രക്ഷാകരമായ വില കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ
കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഈ കുരിശിൻ്റെ ഭോഷത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിജാതീയരെ സംബന്ധിച്ച് ഇത് ഭോഷത്വമാണ്. അതോടൊപ്പം തന്നെ സജാതീയരെ സംബന്ധിച്ച്, യഹൂദരെ സംബന്ധിച്ച് ഇത് അർത്ഥശൂന്യമായൊരു കാര്യമാണ്, പാപികൾക്കുള്ള ശിക്ഷയാണ്. അപ്പോൾ സജാതീയർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ കുരിശിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13 മുതലുള്ള വചനങ്ങളിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈ കുരിശിൻ്റെ രഹസ്യമാണ് പൗലോസ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ ഭോഷത്വമായിട്ട് കരുതിയാൽ പോലും അത് മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ വിജ്ഞാനത്തേക്കാൾ ശക്തമാണ് ദൈവത്തിൻ്റെ ഭോഷത്വമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്ക് അല്പനേരമായിരിക്കാം. എന്നോടുള്ള സ്നേഹത്തെ പ്രതി പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും അതിൻ്റെ ശക്തികളിൽ നിന്നും നമ്മളെ മോചിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ സന്മനസ് കാണിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു പടമാണ്, അല്ലെ സിനിമയാണ്, നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിപ്പിക്കുന്നതായ സഹായിക്കുന്ന ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ആ സിനിമ. ആ സിനിമയുടെ അവസാന ഭാഗത്ത് കർത്താവ് കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അവസാനം കാണിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീഴുന്നതായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ആ കുരിശിൻ ചുവട്ടിലേക്ക്, ആ കുരിശിലെ കർത്താവ് മരിക്കുമ്പോൾ ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരു പിതാവല്ല, വേദനിക്കുന്ന പിതാവാണ്. അതാണ് ആ ഡയറക്ടർ കാണിച്ചിട്ടുള്ളത്. അതില്ല, ആ പിതാവായ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നതായിട്ടാണ്. കാരണം ആ വേദനയുടെ ആഴത്തിലും തൻ്റെ പ്രിയപുത്രൻ തന്നെ വിളിച്ചപേക്ഷിച്ചിട്ടും രക്ഷിക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ രക്ഷിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ആ രക്ഷാകര പദ്ധതി പാളിപ്പോകുമെന്ന് പിതാവിനറിയാം. സാത്താൻ്റെ മേലുള്ള ആധിപത്യം, അല്ലെ സാത്താൻ്റെ ആധിപത്യം തകർക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൊളിയുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ആ ഏകജാതൻ്റെ മരണം, കുരിശിലെ മരണം അനുവദിച്ച പിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ വേദനയുടെ ആഴത്തിലാണ് ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നു. അത് നരകത്തിൽ വന്ന് സാത്താൻ്റെ ആധിപത്യത്തെ തകർക്കുന്നതായിട്ടാണ് ആ സംവിധായകൻ ആ സിനിമയുടെ അവസാനം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബോധ്യം, പിതാവിൻ്റെ സ്നേഹം, തൻ്റെ ഏകജാതൻ്റെ മരണം അനുവദിച്ചുകൊണ്ട് പോലും നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ രക്ഷ ആഗ്രഹിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വിലയായിട്ട് തൻ്റെ ഏകജാതനെ നൽകുകയും ചെയ്ത പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറിയാൻ ഈ വലിയ ആഴ്ചയിലെ നമ്മുടെ ആചരണങ്ങളെല്ലാം കുരിശിൻ്റെ വഴി നടത്തിയും രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിച്ചുമൊക്കെ നമ്മൾ നടത്തുന്ന ഭക്തി ആചരണങ്ങളിലൂടെ നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവായ യേശുവിന് നമ്മൾ ഓരോരുത്തരോടുമുള്ള സ്നേഹത്തിൻ്റെ ആഴം കൂടിയാണ് കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും എന്ന തിരിച്ചറിവും സ്വന്തമാക്കാൻ ഈ വലിയ ആഴ്ചയിലെ ആചരണങ്ങൾ നമ്മെ സഹായിക്കട്ടെ. കർത്താവിനോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു? ഈശോ കുരിശ് കാണിച്ചുകൊണ്ട് പറയും, ഇത്രമാത്രം. ഈ കുരിശിൽ മരണം കൈവരിക്കാൻ വരെ മാത്രം, അത്രമാത്രം ആഴത്തിൽ എൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് പോലും നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി ജീവൻ സമർപ്പിച്ചവനാണ് യേശുവെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് എത്തുവാൻ ഈ വലിയ ആഴ്ചയിലെ ആചരണങ്ങൾ നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകമായി കുരിശിൻ്റെ വഴി നടത്തുന്നുണ്ട്. ഈ ആഴ്ച എല്ലാ ദിവസവും തന്നെ നമ്മുടെ വീടുകളിൽ കുരിശിൻ്റെ വഴി നടത്താൻ നമ്മൾ ധ്യാനിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതുവഴി ആ കുരിശിൻ്റെ വഴിയോടുകൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഈ രഹസ്യം നമുക്ക് ധ്യാനിക്കാം. എന്തുമാത്രം പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു, എന്തുമാത്രം നമ്മുടെ രക്ഷകനായ ഈശോ നമ്മെ സ്നേഹിച്ചു. ആ കുരിശ് എപ്പോഴും സൂചിപ്പിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതും ഓർമ്മപ്പെടുത്തുന്നതും ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന് പ്രതിസമ്മാനമായി നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളിലും വേദനകളിലും അകന്നു മാറാതെ യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് ശാന്തമായി ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. വേദനയുടെ നിമിഷങ്ങളിൽ, അവഗണനകളുടെ നിമിഷങ്ങളിൽ,
അധിക്ഷേപങ്ങളുടെ അവസരങ്ങളിൽ, നിന്ദനങ്ങളുടെ അനുഭവങ്ങളിൽ ആ കുരിശിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. കുരിശെപ്പോഴും നമുക്ക് സാന്ത്വനമേകും, ശക്തി പകരും, സഹനങ്ങളെ തളരാതെ മുന്നേറുവാൻ നമ്മെ സഹായിക്കും. ഈ വലിയ ആഴ്ച ആചരണം നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ കുരിശിൽ നിന്ന് ശക്തി സ്വന്തമാക്കിക്കൊണ്ട് ജീവിതത്തിലെ ക്ലേശങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കാനുള്ള ധൈര്യം പകരുന്ന അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയെ കണ്ണുകൾ അടയ്ക്കാം. അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തെ നമുക്കായിരിക്കാം. തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവേ, ഞങ്ങളുടെ മക്കളായി ഞങ്ങളെ സ്നേഹിച്ച പിതാവേ, എന്നെ സ്നേഹിച്ച പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തൻ്റെ ഏകജാതൻ്റെ പീഡാസഹനവും കുരിശുമരണവും അനുവദിച്ചുകൊണ്ട് പോലും എന്നെ രക്ഷിക്കുവാൻ മാത്രം സ്നേഹവും കരുണയും കാണിക്കുന്ന പിതാവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴമറിയുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്തം ഞങ്ങളെ മോചിക്കുവാൻ വേണ്ടി, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പീഡാസഹനവും കുരിശുമരണവും സ്വീകരിക്കുവാൻ അത്രമാത്രം സ്നേഹം കാണിക്കുവാൻ തയ്യാറായ ഈശോയെ, ഈ കുരിശിൻ്റെ രഹസ്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളിൽ, വേദനകളിൽ, ദുഃഖദുരിതങ്ങളിൽ, പീഡനങ്ങളിൽ, അവമാനങ്ങളിൽ തളർന്നു പോകാതെ അങ്ങയുടെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് ധീരതയോടെ സഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ കുരിശ് ഞങ്ങൾക്ക് ശക്തി പകരട്ടെ. കർത്താവായ യേശുവേ, ഇവിടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇപ്പോൾ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുരിശിൻ്റെ ശക്തി ഇവരിൽ ഓരോരുത്തരിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളിലും കഷ്ടതകളിലും ദുരിതങ്ങളിലും തകർച്ചകളിലുമായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കൃപ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലവിധത്തിലുള്ള പീഡനങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമേ. തളർന്നു പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ അനുഭവിക്കുന്നവരെയും അങ്ങനെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയുടെ കുരിശ് ഞങ്ങൾക്കെന്ന് രക്ഷാസങ്കേതമായിരിക്കട്ടെ, ആശ്വാസത്തിൻ്റെ ഉറവിടമായിരിക്കട്ടെ, ആത്മബലത്തിൻ്റെ ഉറവിടമായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രൈസ് യു ജീസസ്.